എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയൊക്കെ ഇപ്പോൾ നമുക്ക് വാട്സപ്പിലും ചാനൽ തുടങ്ങാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൽ വരുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയാണ്, ചാനലിലേക്ക് എങ്ങനെ നമുക്ക് ഫയലുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ വിവരങ്ങളും തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞങ്ങൾ അറിയിക്കുന്നതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും ഒക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്താലേ പുതിയ ഫീച്ചറുകളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് രണ്ടാമതായി കാണുന്ന അപ്ഡേറ്റ്സ് എന്ന ടാബാണ് നമ്മൾ ഇനി ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായി അതിലൊന്ന് പ്രസ് ചെയ്യുക. പക്ഷെ ചിലർക്ക് ഈ ടാബുകളൊക്കെ മുകളിലാണ് കാണുക. അപ്പൊ അതിലും അപ്ഡേറ്റ്സ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ ഇവിടെ സ്ക്രീനിന്റെ നടുവിലായിട്ട് ചാനൽസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ പ്ലസ് ബട്ടണിലാണ് നമ്മൾ ഇനി പ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് ഈ സ്ക്രീനിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ പ്ലസ് ബട്ടൺ സ്ക്രീനിനെ മുകളിലേക്ക് ഇങ്ങനെ നീക്കുമ്പോഴാണ് താഴെ ഭാഗത്തായിട്ടാണ് കാണുക. അപ്പൊ എങ്ങനെയായാലും ആ പ്ലസ് ബട്ടൺ എവിടെയാണോ കാണുന്നത് അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ ക്രിയേറ്റ് ചാനൽ, ഫൈൻഡ് ചാനൽസ് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ കാണാം. അതിൽ മുകളിലായി കാണുന്ന ക്രിയേറ്റ് ചാനൽ എന്ന ഓപ്ഷനാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ വാട്സപ്പ് ചാനലിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പൊ അതിൽ പ്രസ് ചെയ്തതും തന്നെ നമുക്ക് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ സ്ക്രീനിൽ വരുന്നതാണ്. ആദ്യമായി അവിടെ ചാനൽ നെയിം എന്ന് കാണുന്നില്ലേ? അവിടെ നമ്മുടെ വാട്സപ്പ് ചാനലിനായിട്ട് ഒരു പേര് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ മറ്റു പേരുകളൊന്നും കൊടുക്കുന്നില്ല. യൂട്യൂബിലെ എന്റെ ചാനലിന്റെ പേരായ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് തന്നെ ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ നമുക്കൊരു ഡെസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. അതായത് ഈ ചാനലിനെ കുറിച്ചുള്ള വിവരണമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തുടങ്ങുന്ന വാട്സപ്പ് ചാനലിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് വിവരണമായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിൽ ടെക്നോളജി സംബന്ധമായ വീഡിയോകൾ, മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഇമോജി റിയാക്ഷൻസ് സെൻഡ് ചെയ്യുക എന്നൊരു വിവരണം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ നമുക്കൊരു പിക്ചർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് അതിലൊന്നിങ്ങനെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. ഇതിൽ ക്യാമറ, ഗാലറി, ഇമോജി ആൻഡ് സ്റ്റിക്കേഴ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ക്യാമറയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതവിടെ ചെയ്യുന്നില്ല. ഗാലറിയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ആ ഗാലറി ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അവിടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ സ്റ്റോർ ചെയ്ത ഒരു ഫോട്ടോ കാണാം. അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ അത് ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പിന്റെ പ്രൊഫൈലിൽ പിക്ചർ ആഡ് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. അപ്പൊ ഈ ബ്രാക്കറ്റിനെ നമുക്ക് ഇങ്ങനെ സൈഡിൽ പിടിച്ചിട്ട് ചെറുതൊക്കെ ആക്കി നമ്മുടെ മുഖം അതിൽ കറക്റ്റ് ആക്കി വെക്കാവുന്നതാണ്. അപ്പൊ അത് കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഡൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ ആ ഫോട്ടോ അതിൽ ആഡ് ആയി കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഓപ്ഷനുകൾ. ഇനി നമുക്ക് ആ താഴെ കാണുന്ന ക്രിയേറ്റ് ചാനൽ എന്ന ഓപ്ഷനിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്തു. അങ്ങനെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്ന വാട്സപ്പ് ചാനൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ അവസാനം കാണിക്കാം. അതിനു മുമ്പ് ഇതിലെ ഓപ്ഷനുകളെ കുറിച്ച് പറയാം. ഇപ്പൊ ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് ചാനൽ ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അതിൽ ഏറ്റവും മുകളിൽ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ആണ് കാണുന്നത്. അതിന് താഴെയുള്ള ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ മറ്റു വാട്സപ്പ് കോൺടാക്റ്റുകളിലേക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അതിനും താഴെയുള്ള ഷെയർ ടു മൈ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലേക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അതിന് താഴെ ചാനൽ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി അതിനും താഴെ ഷെയർ ലിങ്ക് എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ടെലഗ്രാമിലേക്കും അങ്ങനെ മറ്റു മീഡിയകളിലേക്കൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് മറ്റുള്ളവരുടെ വാട്സപ്പ് ചാനലിലേക്കല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ കോൺടാക്ട്സിലുള്ള മറ്റു വാട്സപ്പ് ചാറ്റുകളിലേക്കാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു വാട്സപ്പ് ചാനലിൽ അതിന്റെ അഡ്മിന് മാത്രമേ ഏതൊരു കാര്യവും ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ബാക്ക് അടിച്ച് വീണ്ടും ചാനലിന്റെ ഹോം പേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഏറ്റവും മുകളിലായിട്ട് കാണുന്ന എൻ്റെ ചാനൽ നെയിമിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഏറ്റവും താഴെ ഡെലിറ്റ് ചാനൽ എന്ന് കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ തന്നെ നമുക്ക് ഡെലിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ ഏറ്റവും മുകളിലായി കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന ഒരു ബട്ടണാണ് നമുക്ക് ഇതുപോലെ വരിക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതേപോലെ ചാനലിന്റെ നെയിം മാറ്റാം, ഡിസ്ക്രിപ്ഷനിൽ മാറ്റം വരുത്താം, അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ചാനലിലേക്ക് എങ്ങനെയാണ് ഫയലുകൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിവിടെ പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി ആ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്കാണിത്. അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പൊ എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ഈ ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫോൺ ഗാലറിയിൽ നിന്നുള്ള ഫയലുകൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആ താഴെ കാണുന്ന ആ ക്യാമറയുടെ ഒരു ബട്ടൺ ഇല്ലേ, അതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാട്സപ്പിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് അതുപോലെ ഫോട്ടോസ് ഒക്കെ ഇതുപോലെ കാണാം. അപ്പൊ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റാറ്റസിൽ വീഡിയോ സെൻഡ് ചെയ്യുന്ന പോലെയേ വാട്സപ്പ് ചാനലിൽ നമുക്ക് വീഡിയോകൾ സെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഇപ്പം മുകളിൽ കണ്ടില്ലേ, അത്രയും ഭാഗം മാത്രമേ നമുക്ക് ആദ്യം സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നമ്മൾ സ്റ്റാറ്റസിൽ അടുത്ത ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യില്ലേ, അതുപോലെയേ ഈ വീഡിയോ 2 തവണയായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ സെലക്ട് ആയിരിക്കുന്ന ഭാഗം സെൻഡ് ചെയ്യാനായി താഴെ കാണുന്ന സെൻഡ് ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഞാൻ ആ വീഡിയോ ഓപ്പൺ ആക്കുന്നു. ഇനി ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ മുകളിൽ കാണുന്ന 3 ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബോക്സ് ഓപ്പൺ ആവും. അതിൽ ഏറ്റവും താഴെ കാണുന്ന ഡിലീറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന ഓപ്ഷനാണ് കാണുക. അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഇതുപോലെ ഡിലീറ്റ് ആവുന്നതാണ്. ഞാൻ ആ വീഡിയോ വീണ്ടും ഒന്നുകൂടി ഇവിടെ അപ്ലോഡ് ചെയ്തു. ഇനി ഞാൻ ആ ലിങ്ക് മുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മുകളിൽ ആ ഡിലീറ്റ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന ഓപ്ഷൻ വരുന്നതാണ്. അങ്ങനെയും നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ വാട്സപ്പ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ഇൻഫോ ഒക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ നമുക്ക് കാണാം, എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണാം. പക്ഷെ മറ്റു വിവരങ്ങളൊന്നും, അവരുടെ ഫോൺ നമ്പറോ അതുപോലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. കൂടാതെ അവരെ ഫോളോ ചെയ്യുന്നവർ ആരൊക്കെ എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്കും, ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ ചാനൽ തന്നെ ഞാനിവിടെ ഇൻഫോ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഇവിടെ എൻ്റെ ഫോളോവേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പക്ഷെ ശരിക്ക് അത് എൻ്റെ കോൺടാക്ട്സിൽ സേവ് ചെയ്ത് വെച്ച നമ്പറുകളാണ് ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ നമ്മുടെ കോൺടാക്ട്സിൽ സേവ് ചെയ്ത് വെക്കാത്ത ആരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നോ അവരുടെ വിവരങ്ങളൊന്നും തന്നെ നമുക്കിവിടെ ലഭിക്കുകയില്ല. അവരുടെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അവരുടെ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല. അപ്പോൾ വാട്സപ്പ് ചാനലിനെ കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. Bye.